പൊലിപ്പൂവേ 2024 പദ്ധതി പ്രകാരം വൈക്കം നഗരസഭയും കൃഷിഭവനും അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് നടത്തിയ ചെണ്ടുമല്ലിപ്പൂവിൻ്റെ വിളവെടുപ്പ് നടന്നു. പൊന്നിൻ ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ കേരളക്കരയാകെ പൂക്കളം ഇടുന്നതിൻ്റെ ഭാഗമായി വീടുകളും കോളേജുകളും സർക്കാർ സ്ഥാപനങ്ങളും ഉൾപ്പെടെ പൂവിനു വേണ്ടി മലയാളികൾ തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരുന്ന കാലഘട്ടം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് തന്നെ വൈക്കം മുനിസിപ്പാലിറ്റിയിലെ 16 വാർഡുകളിൽ വൈക്കം നഗരസഭയും കൃഷിഭവനും അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് പൂവേ പൊലിപ്പൂവേ 2024 പദ്ധതി പ്രകാരം നട്ടുവളർത്തിയ ചെണ്ടുമല്ലിപ്പൂവിൻ്റെ വിളവെടുപ്പ് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പതിനാറ് വാർഡിലായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ വെളിയിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലും മറ്റും പൂവാണ് നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ പൂവിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നമ്മുടെ സ്വന്തം പൂവ് അല്ലേ, നമ്മുടെ നാട്ടിൽ ഒരു അത്തപ്പൂവിന് നമ്മുടെ സ്വന്തം പൂവ് ഉണ്ടാകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. കാരണം നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു സംഭവമില്ല. കഴിഞ്ഞ വർഷം നമുക്ക് 3 വാർഡിൽ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഈ വർഷം നമുക്ക് അത് 16 വാർഡിലായിട്ട് വളരെ ഭംഗിയായി എല്ലായിടത്തും തന്നെ നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിന് എൻ്റെ സഹോദരിമാരെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ വാർഡിൻ്റെ മെമ്പർ അദ്ദേഹം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹമാണ് ഇതിൻ്റെ പുറകിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. അദ്ദേഹത്തിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. വൈക്കം നഗരസഭയിലെ 5, 9, 10 എന്നീ വാർഡുകളിലാണ് ഇന്ന് വിളവെടുപ്പ് നടന്നത്. യോഗത്തിൽ ഉപാധ്യക്ഷൻ PT സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കൃഷിഭവൻ്റെയും അയ്യങ്കാളി ഇതിൻ്റെ കൃത്യമായ ഒരു മേൽനോട്ടം ശ്രീമതി അനിതയുടെയും സൗമ്യയുടെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ വൈക്കം മുനിസിപ്പാലിറ്റി തലത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ ഭംഗിയായി ഇതിൻ്റെ വിളവെടുപ്പ് നമ്മൾ ഇന്ന് ഈ വാർഡിൽ വെച്ച് മുനിസിപ്പൽ തല ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇവിടെ നടന്നു വരുന്നത്. വാർഡ് കൗൺസിലറും പ്രതിപക്ഷ നേതാവുമായ S ഹരിദാസൻ നായർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിന്ധു സജീവൻ, N അയ്യപ്പൻ, ബിന്ദു ഷാജി, ലേഖ ശ്രീകുമാർ, അശോകൻ വെള്ളവേലി, മുൻ ചെയർപേഴ്സൺ രേണുക രതീഷ്, എബ്രഹാം പഴയകടവൻ, മുനിസിപ്പൽ സെക്രട്ടറി സൗമ്യ ഗോപാലകൃഷ്ണൻ, തൊഴിലുറപ്പ് കോർഡിനേറ്റർമാരായ സൗമ്യ ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. പൂക്കൃഷി ആരംഭിക്കുകയുണ്ടായി. നമ്മുടെ സഹോദരിമാരുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ രീതിയിൽ പൂച്ചെടികൾ നടുകയും എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. വിഷൻ ന്യൂസ്, വൈക്കം.